ശ്രീ കെ എൻ ബാലഗോപാൽ, കേരള വിരുദ്ധമായിരിക്കുന്നു കേന്ദ്ര ബജറ്റ് എന്ന് ആണ് താങ്കൾ ഇന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത്. എന്തുകൊണ്ടാണ് കേരള വിരുദ്ധമാകുന്നത് ഈ ബഡ്ജറ്റ്? ഹലോ, എന്നോടാണോ? കേൾക്കുന്നില്ല. അതെ, ശ്രീ കെ എൻ ബാലഗോപാൽ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണെന്നും തികച്ചും കേരള വിരുദ്ധമാണെന്നുമാണ് താങ്കൾ ഇന്ന് അഭിപ്രായപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇത് കേരള വിരുദ്ധമാകുന്നത്? ഇത് അങ്ങേയറ്റം നിരാശാജനകമാണ്, കേരള വിരുദ്ധമാണ്. കേരള വിരുദ്ധം മാത്രമല്ല, ഇന്ത്യയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ്. ആകെ ഒരൊറ്റ താല്പര്യം മാത്രമേ ഈ ബഡ്ജറ്റ് സംരക്ഷിച്ചിട്ടുള്ളൂ. അത് മൂന്നാം ഗവൺമെൻറ്റായ നരേന്ദ്രമോദി ഗവൺമെൻറ് ദുർബലമായ ഒരു ഗവൺമെൻറ്റാണ്. അവർക്ക് ഭൂരിപക്ഷമില്ല. രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളും കൂടുള്ള കക്ഷികളും എല്ലാം ചേർത്തിട്ടാണ് ആ ഗവൺമെൻറ്റിന് മുന്നണിയായിട്ട് നിൽക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ ആയുസ് സംരക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും വികസനം സംരക്ഷിക്കാനും മാത്രമേ ഈ ബഡ്ജറ്റ് ഉതകിയിട്ടുള്ളൂ. രാജ്യത്തെ ആകെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. കേരളത്തിന് മാത്രമല്ല, ഫെഡറലിസത്തെ ആകെ ചോദ്യം ചെയ്യുകയും സംസ്ഥാനങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ബഡ്ജറ്റുകൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം എടുത്തിട്ടില്ല. കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ്. കാരണം ഇന്ത്യയിലെ ബഡ്ജറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്രദേശത്തിനുമുള്ള ബഡ്ജറ്റ് വിഹിതം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ. അതിനകത്ത് ഈ ലാല് ആ ബഡ്ജറ്റിൻ്റെ ഹൈലൈറ്റ്സ് നോക്കി കാണും. അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 5-10 വർഷമായി ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻഡ് വർദ്ധിക്കുന്നൊരു ചാർട്ടുണ്ട്. ഓരോ വർഷവും വർദ്ധിച്ച് വരിക മേലോട്ടാണ്. പക്ഷെ കേരളത്തിൻ്റെ നിങ്ങൾ എടുത്തു നോക്കുക, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് താഴോട്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വർദ്ധിക്കുന്ന പോലെ വരുന്നില്ല. ആകെ കേരളത്തിന് ചിലവാകുന്ന തുകയിൽ 21% റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ 21% കേരളത്തിന് കിട്ടുന്നുള്ളൂ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ശരാശരി 47-48% കിട്ടുന്നുണ്ട്. ഗ്രാൻറ്റിൽ കുറവ് വരുന്നു, ടാക്സ് വിഹിതത്തിൽ കുറവ് വരുന്നു. ഇത് ഒരു പ്രശ്നമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പ്രത്യേകമായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ഈ പറഞ്ഞ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ടാണ് 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ്. ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും കൂടുതൽ കൊണ്ടാടപ്പെട്ട ഒരു വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു പ്രത്യേക പാക്കേജ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. ഒരൊറ്റ കാര്യത്തിനും പ്രാധാന്യം തന്നില്ല. 10 വർഷമായിട്ട് നമ്മുടെ നിരന്തര ആവശ്യമാണ് എയിംസ്. അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. ഇത് പൊതുവിൽ കേരളത്തെ ബാധിക്കുന്ന ഇങ്ങനെ നമ്മുടെ കാർഷിക മേഖലയ്ക്കുള്ള പ്രത്യേക പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മൾ മാത്രം ചിലവാക്കേണ്ടി വന്ന നാഷണൽ ഹൈവേക്ക് ഭൂമി എടുക്കാൻ കൊടുത്ത പണത്തിൻ്റെ പോലും അതിനെ പരിഗണിച്ചുകൊണ്ടുള്ള സഹായം, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിച്ച പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2 സംസ്ഥാനങ്ങൾ ഘടകകക്ഷികളെന്ന നിലയിൽ അവരുടെ ആവശ്യങ്ങളായിരിക്കും. ഏതെങ്കിലും സംസ്ഥാനത്തിനൊരു പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് നമ്മൾ ആരും എതിരില്ല. പക്ഷെ കണക്ക് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ആകെ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാളും 4 ലക്ഷം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 44 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആകെ തുക. ഇപ്രാവശ്യം അത് 48 ലക്ഷമായി. 48 ലക്ഷം എന്ന് പറഞ്ഞാലും ഫലത്തിൽ 46 ലക്ഷമൊക്കെ ചിലവാകാറുള്ളൂ. ഇങ്ങനെ അധികം വന്ന തുകയിൽ നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ, കൃത്യമായ ഓരോ ഹെഡ് എടുത്ത് നോക്കിയാൽ, ഒരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം കോടി വരെ 2 സംസ്ഥാനങ്ങൾക്കുള്ള അഡീഷണൽ പദ്ധതികൾക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷത്തെ തുകയെക്കാളും വർധനയില്ല. എന്തെങ്കിലും ചെറിയ വർധന ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ചില പ്രത്യേക പ്രദേശങ്ങൾക്ക് മാത്രം പോവുകയാണ്. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ, BJP സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിനും ആവശ്യമായ പരിഗണനയില്ല. അത് കൃത്യമായി ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ഭക്ഷ്യമേഖലയിൽ, അതുപോലെ തന്നെ സബ്സിഡികളുടെ കാര്യത്തിൽ ഭക്ഷ്യമേഖലയിൽ വലിയ സബ്സിഡി വെട്ടിക്കുറവാണ്. അതിനകത്ത് 2,72,802 കോടി ഉണ്ടായിരുന്നു 2022-23. അത് 2,05,000 കോടിയായിട്ടാണ് ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചേക്കുന്നത്. ഫെർട്ടിലൈസർ സബ്സിഡി, വളങ്ങൾക്ക് പ്രത്യേകിച്ച് യൂറിയയ്ക്ക് ഉൾപ്പെടെ 2022-23 2,51,000 ചില്ലാനും കോടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞു. ഈ വർഷം അത് 1,64,000 കോടിയായി. എന്ന് പറഞ്ഞാൽ 1/3 35% 2 വർഷം കൊണ്ട് വെട്ടിക്കുറച്ചിട്ടാണ് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്താ മാർഗം നോക്ക്.
തൊഴിൽ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് ചില സഹായങ്ങൾ കൊടുക്കുമെന്നുള്ളതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ 10 ലക്ഷം വേക്കൻസി ഒഴിഞ്ഞു കിടപ്പുണ്ട്. പട്ടാളത്തിൽ ഉൾപ്പെടെ കോൺട്രാക്റ്റിൽ ആൾ എടുക്കുകയാണ്. ഇതിനൊക്കെ എതിരെയായിരുന്നല്ലോ ഉത്തരേന്ത്യ വലിയ സമരം ഉണ്ടായത്, രാജ്യത്താകെ സമരം ഉണ്ടായത്. എന്തെങ്കിലും പുതിയ തൊഴിലവസരം ഉണ്ടാക്കാനുള്ള ശ്രമം വന്നിട്ടുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതി ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 30 വർഷം 90,000 കോടിയിലധികം ഉണ്ടായിരുന്നത് അത് വെട്ടിക്കുറച്ചു. ഇങ്ങനെ ഓരോ മേഖലയിലും അംഗൻവാടിയുടെ മേഖല വെട്ടിക്കുറവുണ്ട്. ഏറ്റവും സാധാരണക്കാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക അതിദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, അതിൽ 2,72,000 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 2,00,000 ചില്ലാനും കോടിയുള്ളൂ. ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ വെട്ടിക്കുറവാണ് വന്നേക്കുന്നത്. രാജ്യത്താകെ വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ട്, കേരളത്തിന് പ്രത്യേകിച്ചുമുണ്ട്. ഇങ്ങനൊരു കാര്യം വരുമ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നിലപാടിനെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ പറഞ്ഞത്, കേരളത്തിലൊരു അക്കൗണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്കെല്ലാം ഗുണമുണ്ടാവുമെന്ന് BJP പറഞ്ഞു. കേരളത്തിൽ അവരൊരു അക്കൗണ്ട് തുടങ്ങി ഒരു MBA കിട്ടി. പക്ഷേ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലൈൻ എന്നുള്ളതാണ് വ്യക്തമായത്. ശ്രീ KN ബാലഗോപാൽ, കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നതാണ് അവരുടെ ലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. കേരളത്തോട് എന്തോ ഒരു പ്രതികാരം പോലെ, കേരളത്തോട് എന്തോ ഒരു ദേഷ്യം പോലെ. ഒരുപക്ഷെ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കേരളത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഇത്തരം വിവേചനങ്ങൾക്കെതിരെ കോടതിയിൽ പോയ സംസ്ഥാനമാണ് കേരളം. താങ്കളൊക്കെ അതിന് പരമാവധി ശ്രമിച്ചു നോക്കി, ആവശ്യപ്പെട്ട് നോക്കി, പക്ഷെ അവസാനം കോടതിയിൽ പോകേണ്ടി വന്നു. അതിനോട് ധനകാര്യമന്ത്രിക്കൊരു ദേഷ്യമുള്ളതുപോലെ ഉണ്ടോ ഈ ബഡ്ജറ്റ് കണ്ടിട്ട്? അങ്ങനെ ഞാനൊരു വ്യക്തിപരമായി ധനകാര്യമന്ത്രി ദേഷ്യം കാണിക്കുന്നു എന്ന നിലയിലൊന്നും ഇതിനെ കാണുന്നില്ല. കാരണം BJPയുടെ ഒരു നയമാണ് അവർ നടപ്പിലാക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതും പ്രതിഷേധിക്കുന്നതും രാഷ്ട്രീയമായി BJPക്ക് ഇഷ്ടമല്ല എന്നുള്ളതിന് സംശയമില്ല. അതവരുടെ സമീപനമാണ്. കോടതിയിൽ പോയി കോടതി പറഞ്ഞെന്താ, ഭരണഘടനാപരമായിട്ട് കേരളം ഉന്നയിച്ച കാര്യങ്ങളിൽ അടിസ്ഥാനമുണ്ടെന്നല്ലേ. അപ്പോൾ ചില സംസ്ഥാനങ്ങൾ പ്രത്യേക പാക്കേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ അവകാശമുണ്ട്. വെട്ടിക്കുറയ്ക്കുന്നത് ന്യായം എന്താ? ചിലരെ അധികം സഹായിക്കണം എന്നുള്ളതിനകത്ത് അവർ ഒരു സമീപനം എടുക്കുന്നു. അതിനകത്ത് തന്നെ വിവേചനമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ജീവൻ രക്ഷാ ബഡ്ജറ്റാണ് എന്നാണല്ലോ പലരും പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെ. കാരണം BJP ഗവൺമെൻറ് വളരെ ദുർബലമായൊരു ഗവൺമെൻറ്റാണ്. അത് നമുക്ക് ആകെ വ്യക്തമാവുന്നുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 2 ഭരണകാലത്ത് ജനവിരുദ്ധമായിരുന്നു, കർഷക വിരുദ്ധമായിരുന്നു, തൊഴിലാളി വിരുദ്ധമായിരുന്നു, ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാത്ത നടപടിയായിരുന്നു. അഗ്നിവീർ പോലെ പട്ടാളത്തിൽ പോലും കരാറുകാരെ എടുക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ എതിർപ്പ് വന്നു. UP എടുത്താലും രാജസ്ഥാൻ എടുത്താലും ഏത് സംസ്ഥാനങ്ങളിലും അവർക്കെതിരായിട്ടുള്ള വികാരമുണ്ട്. ആ വികാരത്തെ പരിഹരിക്കാൻ ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ഭരണത്തിൽ നിലനിൽക്കാൻ വേണ്ടി ദുർബലമായ ഒരു മുന്നണി എന്ന നിലയിൽ അവർ കൂട്ടിപ്പിടിച്ചേക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഒരു ബഡ്ജറ്റ് അണ്ടർ പ്രഷർ, ബഡ്ജറ്റ് അണ്ടർ ഗൺ പോയിൻ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ഒരു ബഡ്ജറ്റ് അവർ അവതരിപ്പിക്കാൻ നിർബന്ധിതമായി. പക്ഷേ ആ കാര്യം അവർ ചെയ്യുമ്പോഴും വളരെയേറെ ചില സംസ്ഥാനങ്ങളെ വളരെ നെഗറ്റീവായിട്ട് കാണുന്നു എന്നൊരു സമീപനം വന്നിരിക്കുന്നു. അവിടെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ എതിർക്കേണ്ടത്. അതിനകത്ത് വ്യക്തിപരമായ ഏതെങ്കിലും ഒരാളുടെ കാര്യമല്ല. സംസ്ഥാനം കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാനാണ്. ആ കോടതി കേസെടുക്കരുതെന്നാണല്ലോ കേന്ദ്രം പറഞ്ഞത്. പക്ഷെ കോടതി എന്താ പറഞ്ഞത്? ഇതിനകത്ത് ഭരണഘടനാപരമായൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ച് കേൾക്കട്ടെ. അപ്പോൾ ആ തരത്തിൽ നിയമപരമായ കാര്യങ്ങൾ നിൽക്കുന്നു. പക്ഷേ നിയമം വഴിയല്ല എല്ലാ കാര്യവും പരിഹരിക്കേണ്ടത്. ന്യായമായ ചർച്ചകളിൽ കൂടി പരിശോധിച്ച് പരിഹരിക്കാനാണ് കേന്ദ്രം തയ്യാറാവേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പറയാനുള്ള ആദ്യത്തെ അഭിപ്രായം. ശ്രീ KN ബാലഗോപാൽ, ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുമ്പോഴും, കേന്ദ്രം തരേണ്ടത് തരാതിരിക്കുമ്പോഴും ഒക്കെ ഏറ്റവും ഒടുവിൽ വരെ കേരളം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതാണ്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടില്ലാതെ നോക്കാൻ ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞൊരു സർക്കാരാണ്. ധനകാര്യമന്ത്രി വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് സാമ്പത്തിക വിദഗ്ധർ പോലും മനസ്സിലാക്കുമ്പോഴും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏതു വിധേനയും കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി വരുന്നുണ്ട് ആളുകൾ. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമെന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ ഇനി ചെയ്യുന്നത് കാണട്ടെ. ഇതാ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ മാസവും ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ.
എന്നാൽ ഇനി ചെയ്യുന്നത് കാണട്ടെ എന്നതാണോ ബഡ്ജറ്റിൽ കണ്ടത്? അതിനോട് എന്തായിരിക്കും പ്രതികരണം സംസ്ഥാനത്തിൻ്റെ? ഒരു കാര്യം വളരെ കൃത്യമാണ്. നേരത്തെ കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു കേന്ദ്രം എന്ന് പറയുമ്പോൾ ഇത് വെറുതെയാണ് എന്ന് പറഞ്ഞിരുന്ന എല്ലാവരും, പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, എം പിമാരെല്ലാവരും ഇന്ന് ശക്തമായി കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ MPs കോൺഫറൻസിലും അവർ പറഞ്ഞിരുന്നു. സംയുക്തമായിട്ട് നമുക്ക് ഇതിനെ എതിർക്കണമെന്ന് അവർ പറഞ്ഞു. നല്ല കാര്യമാണ്. കേരളത്തിലെ എം പിമാരിനകത്ത് ഒരാൾ BJP MP ആണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, മറ്റൊരു കേന്ദ്രമന്ത്രിയുണ്ട്. അവരുൾപ്പെടെ ഈ കാര്യത്തിനകത്ത് സമീപനം പറയണ്ടേ? ഒരുമിച്ച് കേരളത്തിന് വേണ്ടി പറയണം. അപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം, ഞങ്ങളീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളും കാര്യങ്ങളും വീണ്ടും 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 ശരിയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുകയാണ്. അങ്ങനൊരു കാര്യമുള്ളപ്പോഴും കേരളം കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുമ്പ് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് കേന്ദ്രം കരുതിയത് എന്ന് വ്യക്തമാണ്. അങ്ങനെ വരുമ്പം കേരളത്തിൽ വലിയ നെഗറ്റീവ് വരും. എന്തായാലും എന്തു വന്നാലും തെരഞ്ഞെടുപ്പിനകത്ത് 19 സീറ്റ് UDFും BJPയും കൂടാണ് ജയിച്ചതെന്നുള്ള കാര്യം മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശമ്പളം കൊടുക്കാതിരിക്കാനും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാനുമുള്ള ശ്രമം നടത്തിയെങ്കിലും അത് അവർക്ക് പൂർണ്ണമായി വിജയിപ്പിക്കാൻ പറ്റില്ല. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. എങ്കിലും കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 57,000 കോടിയോളം രൂപ ഒരു വർഷം ഏകദേശം അവർ വെട്ടിക്കുറച്ചിട്ടും ഒന്നാം പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ ഒരു സർക്കാർ. അന്ന് ധാരാളം അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായി. ഇപ്പം കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കിറ്റ് ഉൾപ്പെടെ കൊടുത്തതാണ്. അന്ന് 1,20,000 കോടിക്ക് താഴെയാണ് ഒരു വർഷം ശരാശരി ആ സർക്കാരിന് ചിലവാക്കേണ്ടി വന്നു. 1,20,000 കോടി താഴെ. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 1,15,000 കോടി. എന്നാൽ ഈ സർക്കാർ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഒരു വർഷം ചിലവാക്കുന്നത് 1,60,000 കോടിയാണ് ശരാശരി. അപ്പോൾ 40,000 കോടിയിലധികം ചിലവാക്കുകയാണ്. അതേസമയം വെട്ടിക്കുറവോ 47,000 കോടി രൂപ കിട്ടിയിരുന്നു 2020-21 ആ സമയത്ത് നമുക്ക് ഗ്രാൻറ്റും ടാക്സുമായിട്ട്. ആ സമയത്ത് ഗ്രാൻറ്റ് മാത്രം 33,000 കോടി കിട്ടിയിരുന്നു. ഈ വർഷം ഗ്രാൻറ്റ് എത്രയാണെന്നറിയോ? തൊട്ട് മുമ്പത്തെ വർഷം 11,000 കോടി. അത്രയേറെ വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഇത്രയും ചെലവ് കൂട്ടി മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട വലിയൊരു ശതമാനം കിട്ടിയിട്ടില്ല. 10,000-30,000 40,000 കോടിയും കൂടി കിട്ടാനുള്ളത് തരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വലിയ മെച്ചപ്പെട്ട ഒരു പൊതുവിൽ എല്ലാവരും ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ളത് ശേഖരിച്ച് കേന്ദ്രത്തിൽ നിന്ന് തരാതിരുന്നിട്ടും ഇത് മാനേജ് ചെയ്ത് പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഉദാഹരണത്തിന് പല മേഖല എടുത്താൽ, കിഫ്ബിയുടെ കാര്യം എടുത്താൽ, കിഫ്ബി ഇപ്പം 30,000 കോടിയാണ് കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് നമ്മൾ ചിലവാക്കിയത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് കിഫ്ബി തുടങ്ങിയത്. ആ സമയത്ത് 10,000 കോടിയോളം രൂപയുടെ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കി. അതിനുശേഷം കഴിഞ്ഞ 3 വർഷക്കാലമായി 20,000 കോടി രൂപയാണ് ചിലവാക്കിയത്. അപ്പോൾ ആ മേഖലയിലെല്ലാം പണം ചിലവാക്കേണ്ടി വരുന്നു, ആ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ കിട്ടാനുള്ള മുഴുവൻ പണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 40,000 കോടി രൂപ മുൻ 5 വർഷക്കാലത്തെ ഗവൺമെൻറ്റിനേക്കാളും അധികം ചിലവാക്കി മുന്നോട്ട് പോകുമ്പോഴും ഇനിയും കുറേ പണം നമുക്ക് കിട്ടാൻ അർഹമായതുണ്ട്. അത് തരുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റിൽ വന്നേക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് എതിരാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം.